അൽ ഇമാം ഷാഫിഈ എന്നുകൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. ഞങ്ങൾ കേട്ടത് തന്നെ ആയിരിക്കും. ഇത് വളരെ പ്രസിദ്ധമായിട്ട് നമ്മൾ ട്രാൻസ്ലേറ്റൊക്കെ ചെയ്ത് വിട്ടിരുന്ന ഇതാണ്. പക്ഷേ ഈ കവിതയിൽ നല്ല ചിന്തിക്കാനുള്ള കാര്യങ്ങളുണ്ട്. എന്താണ്? തസവ്വദ് മിനദ്ദുന്യ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈഷു ഇലൽ ഫജ്രി. എന്താ? തസവ്വദ് മിനദ്ദുന്യ, ദുനിയാവിൽ നിന്ന് സമ്പാദിക്കുക. അത് തസവ്വദ് മിനത് തഖ്വ, ചില തഖ്വ നീ പാധേയമായി സ്വീകരിക്കുക. ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈഷു ഇലൽ ഫജ്രി. രാത്രി ഇരുൾ മൂടിയാൽ, രാത്രിയായാൽ നാളെ ഫജ്റിന് ഉണ്ടാകുമെന്നുള്ളത് നമുക്കറിയില്ല. അതാണ്. ഇന്നിപ്പോൾ രാത്രിയായി, ചിലപ്പോൾ ഇന്ന് രാത്രി നമ്മൾ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. ഫകം മിൻ അറൂസിൻ സയ്യനൂഹാ ലിസൗജിഹ. എത്രയോ മണവാട്ടികൾ അവരെ കുടുംബക്കാരെന്ത് ചെയ്തു? തൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് ഒരുക്കി പറഞ്ഞയച്ചിട്ടുണ്ട്. പക്ഷേ വഖദ് ഉഖിദത് അർവാഹുഹും ലൈലത്തുൽ ഖദ്രി. ആ ആദ്യ രാത്രിയിൽ തന്നെ അവരുടെ റൂഹ് അള്ളാഹു പിടിച്ചു. എത്രയോ അങ്ങനെ ആളുകളുണ്ട്. കല്യാണ ദിവസം മരണപ്പെട്ട, ആക്സിഡൻ്റായിട്ടും അല്ലാതെയൊക്കെ മരിച്ച ഒരുപാട് ആളുകളുണ്ട്. വകം മിൻ സിഗാരിൻ യുർതജാ തൂലു ഉംരിഹിം. എത്രയോ ചെറിയ കുട്ടികൾ ഒരുപാട് കാലം ജീവിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷ. നമ്മളെ മക്കളൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ ചിലപ്പോൾ നമ്മളെ മക്കൾ പല രൂപത്തിൽ മരിക്കാം. ആക്സിഡൻറ്റ്, കുളത്തിൽ മുങ്ങിയിട്ട് അങ്ങനെയൊക്കെ മരിക്കും. എത്രയോ കുട്ടികൾ അങ്ങനെ മരിക്കുന്നുണ്ട്. വകം മിൻ സിഗാരിൻ യുർതജാ തൂലു ഉംരിഹിം. ഒരുപാട് കാലം ജീവിക്കുമെന്നാണ് പ്രതീക്ഷ. പക്ഷേ വഖദ് ഉദ്ഖിലത് അജ്സാദുഹും ദുൽമത്തൽ ഖബ്രി. ഖബറിൻ്റെ ഇരുട്ടിലേക്ക് അവരുടെ ശരീരം പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. വകം മിൻ സലീമിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ. നേരത്തെ പറഞ്ഞ കവിതയാണ്. എത്രയോ ഒരു ആരോഗ്യമുള്ള ആളുകൾ ഒരു രോഗവുമില്ലാതെ മരിച്ചിരിക്കുന്നു. വകം മിൻ സഖീമിൻ ആശ ഹീനം മിൻ അദ്ദഹർ. എത്രയോ രോഗികൾ ഒരുപാട് കാലം രോഗക്കിടക്കയിൽ, രോഗാവസ്ഥയിൽ ജീവിച്ചിട്ടുമുണ്ട്. വകം മിൻ ഫതൻ യുംസി വയുസ്ബിഹു ലാഹിയ. എത്രയോ യുവാക്കൾ രാവിലെയും വൈകുന്നേരവും അശ്രദ്ധരായിട്ട് ജീവിക്കാൻ. പക്ഷെ വഖദ് നുസിജത് അക്ഫാനുഹു വലാ യദ്രി. അവനെ പൊതിയാനുള്ള കഫൻ പുടവ അവിടെ നെയ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അത് നെയ്ത് വെക്കപ്പെട്ടിട്ടുണ്ട്. വകം സാക്കിനിൻ ഇൻദ സ്സബാബി ഖസ്രിഹി. സുബ്ഹാനല്ലാഹ്, ഭയങ്കര വരിയാണിത്. ശരിക്കും ചില ആൾക്കാരുടെ മരണം നമ്മളെ ഈ ഒരു കാര്യം ഞാൻ പലപ്പോഴും ചിന്തിക്കലുണ്ട്. ഇപ്പം ഈ എന്താ വെച്ചാൽ ചില ആൾക്കാരെന്ത് ചെയ്യും അറിയാം, സുബൈക്കൊക്കെ മരിക്കും. സുബൈക്കൊക്കെ മരിച്ച ആൾക്കാരെ മിക്കവാറും എന്ത് ചെയ്യും, ഒരു മഗ്‌രിബാകുമ്പോഴത്തേന് ഖബറടക്കും അല്ലേ. ഇപ്പം മരിച്ചാലാണ് ചിലപ്പോൾ എന്ത് ചെയ്യാം, ഒരു രാത്രിയൊക്കെ വെച്ചിട്ട് നാളെയൊക്കെ നിൽക്കുള്ളൂ. സുബൈക്കൊക്കെ മരിച്ചാൽ അധികം എന്ത് ചെയ്യും, ഈ സുബൈക്ക് മരിച്ച ആളെ ചിന്തിച്ച് നോക്കി. സുബൈ ആ സമയത്ത് വകം മിൻ സാക്കിൻ ഇൻദ സബാബി ഖസ്രിഹി. സുബൈക്ക് അയാളെ കൊട്ടാരത്തിലാണ്, അയാളുടെ കൊട്ടാര സമാനമായ വീട്ടിലാണ് സുബൈക്ക്. വഇൻദൽ മസാ ഖദ് കാന മിൻ സാക്കിനിൽ ഖബ്രി. പക്ഷേ വൈകുന്നേരം അയാൾ ഖബറാളിയായി. ഇത് ശരിക്കും ചില ആൾക്കാർ, നമ്മൾ മരിക്കുമ്പം ആ മരിച്ച ആളെ കുറിച്ച് ഇന്നലെ അയാൾ കിടക്കയിൽ ഭർത്താവിൻ്റെ കൂടെ ഭാര്യൻ്റെ കൂടെ കിടന്നതാണ്, പക്ഷേ പിന്നെ അയാൾ ഖബറിലാണ്. ഇതാണ് അവസ്ഥ. അള്ളാഹു തആല നമ്മൾ എല്ലാവർക്കും ഒരു നല്ല ആഖിബത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണത്തെക്കുറിച്ച് ചിന്തിച്ച് ജീവിതം അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന രൂപത്തിൽ ചിട്ടപ്പെടുത്താൻ അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പരലോക ജീവിതത്തിൻ്റെ സ്റ്റാർട്ടിങ്ങാണ്. അപ്പോൾ പരലോകം എന്ന് പറഞ്ഞാൽ കുറേ കഴിഞ്ഞിട്ടുള്ള സാധനങ്ങൾ, ദജ്ജാൽ വരാണ്ട്, ഈസാ നബി വരാണ്ട്, അതൊക്കെ ഖിയാമ കുബ്ര. അവിടെ നമ്മൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുക, മരിക്കുക. ഞാൻ പറഞ്ഞ കാര്യമൊന്നും പുതിയതല്ല, പക്ഷേ എനിക്കും നിങ്ങൾക്കൊക്കെ എപ്പോഴും ഈ സാധനം എന്ത് ചെയ്യണം, ഓർമ്മപ്പെടുത്തിയാലേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അതിന് നമുക്ക് മാറ്റം ഉണ്ടാവുള്ളൂ. അത് അല്ലാഹു തആല അലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.